ഇപ്പോൾ നിൽക്കുന്നത് ഈറോഡിലെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങളിവിടെ ഒരു വലിയൊരു ജനത്തിൻ്റെ, അതായത് വലിയൊരു ജനാവലി നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടുത്തെ ഏറ്റവും വലിയ ഫംഗ്ഷനാണ് മാരിമൻ പണ്ടിക അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കൂടി വന്ന ജനങ്ങൾ, ആയിരക്കണക്കാണ് ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ഇങ്ങോട്ട് പറയട്ടെ എൻ്റെ പ്രിയരെ, ഞാൻ ഈ സമയം ഇവിടെ നിന്ന് ഓർത്തൊരു കാര്യം, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ ഒരു സന്തോഷം ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കേട്ടല്ലോ, കണ്ടോ ശബ്ദം കോലാഹലം. ഇപ്പോഴാണ് അവരുടെ സ്വാമി ഇവിടുന്ന് കടന്നുപോയ സമയമാണ്. എന്നാൽ ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവമേ, എൻ്റെ കർത്താവിനെ അറിയാത്ത എത്രയോ പേരാണ് ഈ ലോകത്തിലുള്ളത്, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവർ എത്രയോ പേർ. ഈ സത്യം, യേശു ദൈവമാണെന്നുള്ള സത്യം തിരിച്ചറിയാത്ത എത്രയോ ജനങ്ങൾ ഇന്നും ഉണ്ട് ലോകത്തിൽ. ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, ഇവരൊക്കെ അവരുടെ സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുകയും, ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്, ഒരു പയ്യൻ അവൻ്റെ കയ്യിൽ അത് കത്തി വെച്ച് ഇങ്ങനെ മുറിക്കുകയാണ്. എന്നിട്ട് ആ ബ്ലഡ് വരുമ്പോൾ അവൻ്റെ സന്തോഷം, ആ ബ്ലഡ് ഇങ്ങനെ ഒഴുക്കുകയാണ്. ജനങ്ങളിങ്ങനെ അവന് കാശ് കൊടുക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സീൻ ഞാനവിടെ കാണുകയുണ്ടായി. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്രമാത്രം തങ്ങളുടെ ശരീരങ്ങളെ മുറിവേൽപ്പിക്കുകയും ഇതൊക്കെ ദൈവത്തിന് വേണ്ടിയാണെന്നും പറഞ്ഞാണ് അവർ ചെയ്യുന്നത് തന്നെ. എന്നാൽ ഇവർക്കൊക്കെ ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടതിനായിട്ട് സഹോദരങ്ങളെ, ദൈവമക്കളെ, എല്ലാവരും പ്രാർത്ഥിക്കണം. യേശു ദൈവമാണെന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയുവാൻ ആരും മറന്നു പോകരുതേ സഹോദരങ്ങളെ. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. അത്രയും അനേകായിരങ്ങൾ, എത്രയോ ആയിരങ്ങളാണ് ഇവിടെ ഉപ്പും മുളകുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത് തന്നെ. എത്രയോ അനേകായിരം ഒരു വെള്ളവും ആയിട്ട് ഈ സ്വാമിയുടെ മേളിൽ ഒഴിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു ദൃശ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പ്രിയ സഹോദരങ്ങൾ, ഇവർക്കൊക്കെ ദേശത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സത്യത്തെ തിരിച്ചറിയുവാനുള്ള ഒരു സന്ദർഭം ഇവർക്കൊക്കെ ഉണ്ടാകട്ടെ. ഇവരൊക്കെ നാശയോഗ്യമായി തീരാതെ വണ്ണം നമ്മുടെ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവം ഇവർക്കെല്ലാം ഒരു സന്ദർഭം ഒരുക്കി കൊടുക്കട്ടെ എന്നോർത്ത് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം റോസ്ലിൻ സുരേഷ് ഫ്രം ഈറോഡ്.